ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നന്ദുവിനെ കുത്താനായിട്ട് ആ ഗുണ്ട കത്തിയായിട്ട് പാഞ്ഞടുക്കണ സമയത്താണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശിന് ഒറ്റ തൊഴിയായിരുന്നു. അവന്റെ കത്തിയൊക്കെ കയ്യിൽ നിന്ന് പറന്നുപോയി. ഒടുവിൽ ആദർശ് അവനെ അവിടെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കിയുള്ള ഗുണ്ടകളും കൂടെ വന്നു. ആദർശ് അവരെയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നതിനിടയ്ക്ക് നന്ദുവിന്റെ കയ്യിലെ കെട്ടഴിച്ചു വിട്ടു. പെട്ടെന്ന് തന്നെ നന്ദു തന്റെ കാലിലെ കെട്ടൊക്കെ അടിച്ചിട്ട് നന്ദു ആദർശം കൂടെ ചേർന്നിട്ട് ആമാരി ഇടിച്ച് ഇഞ്ച പരുവാക്കുന്നുണ്ട്. ഒരു പരുവത്തിലാക്കിയിട്ടു. പിന്നീട് ആദർശ് പറഞ്ഞു, നന്ദു നമുക്ക് പോകാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു എന്ത് ചെയ്തു, അവൻ ഒരുത്തന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോണിലേക്കായിരുന്നു ഈ പറയുന്ന നാഗേന്ദ്രൻ വിളിച്ച് നന്ദുവിനെ ആളിലും ഭീഷണിപ്പെടുത്തിയത്. പെട്ടെന്ന് നന്ദു പോയി ആ ഫോൺ എടുത്തു. ആദർശേട്ടാ, ഈ ഫോണിലേക്കാണ് അയാൾ വിളിച്ചോണ്ടിരുന്നേന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവര് ആ ഫോണും കൂടെ എടുത്തോണ്ട് പുറത്തേക്ക് പുറത്തേക്ക് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, ആദർശേട്ടാ, ഈ നമ്പർ ഒരു കാര്യം ചെയ്യാം, ഞാൻ സൈബർ സെല്ലിനെ കൈമാറാം. അപ്പൊ ആരുടെ എന്താന്നൊക്കെ അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഡീറ്റെയിൽസ് എടുക്കാൻ പറയാന്ന് പറഞ്ഞു. അങ്ങനെ നന്ദു സൈബർ സെല്ലിലേക്ക് വിളിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം ആദർശ് എന്ത് ചെയ്തു, സേവ്യറിനെ വിളിച്ചിട്ട് അതിന്റെ കറണ്ട് ലൊക്കേഷൻ എവിടെയാണ് ഈ നമ്പറിന്റെ ഒന്ന് അറിയാനായിട്ട് പറയുന്നുണ്ട്. സേവ്യറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ്. അതിനുശേഷം ആദർശ് പറഞ്ഞു, അതെ, സൈബർ സെല്ലിന്റെ നമ്പർ കൈമാറേണ്ട കാര്യമില്ലായിരുന്നു നന്ദു. അതെന്താ, ഈ പറയുന്ന അയാള് ചിലപ്പോ ഒരു കൊമ്പനാണെങ്കിൽ അയാൾക്ക് അവിടെ സൈബർ സെല്ലിൽ പിടിപാടുണ്ടായിരിക്കും. അപ്പൊ പിന്നെ അയാളുടെ ആൾക്കാരൊക്കെ അയാളോട് പറഞ്ഞു കൊടുക്കില്ലേ. സാരമില്ല ആദർശേട്ടാ, നമുക്കൊന്ന് കൊടുത്തു വെക്കാം, എന്താ സംഭവിക്കുന്ന അറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഹോസ്പിറ്റലിലൊക്കെ പോയി മുറിവൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് സേവ്യറിന്റെ കോള് വരുന്നേ. സേവ്യർ വിളിച്ചിട്ട് പറഞ്ഞു, ആദർശേട്ടാ, അതാ തകരക്കാടിനടുത്തുള്ള ആ ഒരു ഹൗസിംഗ് കോളനിയില് 3ാമത്തെ വീട്ടിൽ നിന്നാന്ന് പറഞ്ഞു. ആ കോള് വന്നിരിക്കുന്നേന്ന് പറഞ്ഞു. അപ്പൊ നാഗേന്ദ്രൻ അവിടെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞപ്പം സേവറിനോട് ആദർശ് പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞു. നന്ദുവിനോട് പറഞ്ഞു, നന്ദു നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ നന്ദുവിനെയും കൂട്ടി ആദർശ് നേരെ ഹൗസിംഗ് കോളനിയുടെ അങ്ങോട്ടേക്ക് വരുവാണ്. ആ വീടിന്റെ അവിടെ എത്തിയിട്ട് നന്ദുവിനോട് ആദർശ് പറഞ്ഞു, നന്ദു കാരണത്തിരുന്നു, ഞാൻ ചെന്നിട്ട് വരാന്ന് പറഞ്ഞ് ആദർശ് അങ്ങോട്ട് കയറി വന്ന് കോളിംഗ് ബെല്ലടിച്ചു. പക്ഷെ കുറെ സമയം കഴിച്ച് ആരും വന്ന് കഥ തുറന്നില്ല. ആദർശിന് മനസ്സിലായി അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. ആദർശ് നന്ദുവിനോട് വന്നിട്ട് പറഞ്ഞു, നന്ദു അയാൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അയാൾക്ക് ചിലപ്പോൾ വിവരങ്ങൾ കിട്ടിക്കാണും, അതുകൊണ്ടായിരിക്കും അയാൾ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കുക. സാരമില്ല, അയാൾ എത്ര വലിയ കൊമ്പനാണെങ്കിലും അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ആദർശേട്ടൻ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി എടുക്കുന്ന സമയത്ത് ആദർശുവിനോട് നന്ദു പറഞ്ഞു, അതെ, എന്നെ വീട്ടിലേക്ക് വിടണ്ട. വീട്ടിൽ ചെന്നിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും ഒക്കെ കാണും. വേണ്ട, പോലീസ് ക്ലബിൽ മീറ്റിംഗ് കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോന്നേ. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയൊക്കെ സംഭവിച്ചേ. അപ്പോഴേക്കും ആദർശ് ചോദിച്ചു, പോലീസ് ക്ലബിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു ആദർശേട്ടാ എന്ന് നന്ദു പറഞ്ഞു. ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് കിടക്കണ്ടായിരുന്നു, നല്ല വേദനയുണ്ടോ നന്ദു? അതൊന്നും സാരമില്ല ആദർശേട്ടാ, നമുക്ക് നേരെ നയനേച്ചിയുടെ അടുത്തേക്ക് ചെല്ലാം, പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നയനയുടെ അടുത്തേക്ക് വരുവാണ്. നന്ദുവിനെയും കൊണ്ട് ആദർശ് വരുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനെ ഓടിച്ചെന്നു. നന്ദുവിന് നെറ്റിയിലെ ആ മുറിവ് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നയന ചോദിച്ചു, എന്താ നന്ദു, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. ആദർശ് പറഞ്ഞു, അതെ, ഇവളെ ഒരു മരണത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരുവാ. മരണത്തിൽ നിന്നോ? എനിക്ക് തോന്നി ആദർശാണ് ഒന്നും പറയാതെ പെട്ടെന്ന് ഇറങ്ങി ഓടിക്കഴിഞ്ഞപ്പോൾ ആർക്കോ എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന്. അത് AN ജ്വല്ലറിക്കാരുടെ പകരം വീട്ടിയതാ. അവരുടെ കമ്പനിയിലെ റെയ്ഡും കാര്യങ്ങളൊക്കെ നടത്തിയല്ലോ, അപ്പൊ അതിന് പ്രതികാരം ചെയ്തതാ, ഗുണ്ടകൾ ചെയ്തതാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയനയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. നയന പറഞ്ഞു, നന്ദു, ഇത് ഞാൻ നേരത്തെ ഊഹിച്ച കാര്യങ്ങളാ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നിന്റെ കാര്യത്തില്. ആദർശ് പറഞ്ഞു, അല്ലെങ്കിലും നന്ദുവിന് അപകടം ഉണ്ടാവുന്നുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിൻ്റെ അടുത്തേക്ക് ഞാൻ പോയത്. പിന്നെ കൃത്യമായ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നന്ദുവിനെ രക്ഷിക്കാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ നന്ദുവിനെ ഒരിക്കലും രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. നയന പറഞ്ഞു, ആദർശേട്ടാ, ഒരു വാക്കൊന്നും പറഞ്ഞിട്ട് പോകാൻ മേലായിരുന്നു, എനിക്കാണ് ഇവിടെ എത്രമാത്രം ടെൻഷനായിരുന്നു അറിയാവോ? അതെ, നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കും, അതുകൊണ്ടാണ് നിന്നോട് പറയാത്തെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് നന്ദു പറഞ്ഞതേ, ചേച്ചി ഒരു കാര്യം ചെയ്യാം, അമ്മയൊന്ന് വിളിച്ചിട്ട് പറ, ഞാനിന്ന് അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ പിന്നെ അത് മതി, അമ്മ ടെൻഷൻ അടിക്കാനെന്ന് പറഞ്ഞു.
ഞാൻ പോലീസ് ക്ലബ്ബിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനുശേഷം ഇങ്ങോട്ടേക്ക് നേരെ പോന്ന് പറഞ്ഞാൽ മതി. ഉം. അങ്ങനെ ഒടുവിൽ നയനെ കനകയെ വിളിക്കുവാണ്. കനക ചോദിച്ച എന്താ മോളെ? അതെ, നന്ദു ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് അവൾ അങ്ങോട്ടേക്ക് വരുന്നില്ല. അവൾ ഇവിടെ നിൽക്കട്ടെ, അവിടെ വന്നിട്ട് വല്ല അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ? അത്യാവശ്യമൊന്നും ഇല്ല. അവള് പോലീസ് ക്ലബ്ബിൽ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ പോയതാ. ആർക്കറിയാം മീറ്റിങ്ങിനാണോ പോയെന്നൊക്കെ. അത് കേട്ടപ്പോ നയന് പറഞ്ഞു, എന്തിനാ അമ്മ എപ്പോഴും അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? അമ്മ ഒരു കാര്യം ചെയ്യ, നാളെ ഇങ്ങോട്ടേക്ക് വാ, അവളെയും കൂട്ടി അങ്ങോട്ട് പോയാൽ മതി. അതെന്താ, അവൾക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലേ? അതല്ലമ്മ, അമ്മ വരുവാണെങ്കിൽ അമ്മ എനിക്കൊന്ന് കാണാലോ എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. പിന്നീട് നന്ദുവിനെയും കൊണ്ട് നയനെ അകത്തേക്ക് പോകുമ്പോഴത്തേനും ആദർശ് ഇങ്ങനെ ആലോചിക്കുവാണ്. എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ആ ശത്രു ആരാന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു നയനയും കൂടെ അങ്ങോട്ട് വന്നു. നന്ദു പറഞ്ഞു, അതെ, എനിക്ക് കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഫോണിനകത്തുനിന്ന് നാഗേന്ദ്രന്റെ പടം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ ഇയാളാണ്, ഇയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. ആദർശാനെ വല്ല പരിചയം തോന്നുന്നുണ്ടോ? എനിക്ക് എവിടെയോ ഒരു കണ്ടുമറന്നൊരു മുഖം പോലെ തോന്നുന്നുണ്ട്. നയനയ്ക്ക് ഒരു പരിചയമില്ലായിരുന്നു. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യുക, ആദർശേന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്ന് അയച്ചു കൊടുക്കുക. ചിലപ്പം ഈ ആദർശേന്റെ അച്ഛൻ്റെ ഒക്കെ പ്രായം വരുന്ന ആളല്ലേ, ചിലപ്പോൾ അവർക്ക് ഇയാളെക്കുറിച്ച് അറിയാമെങ്കിലോ, അങ്ങനെയാണെങ്കിലോ ഒന്ന് അയച്ചു കൊടുത്തു വെക്ക്. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നയന പറഞ്ഞു, അത് ശരിയാ ആദർശേട്ടാ, ഇയാളാണ് മെയിൻ ശത്രുവെങ്കിൽ, ഈ പറയുന്ന ഡേവിഡ് ഒരു ബിനാമി മാത്രമാണെങ്കിൽ അതിന്റെ പിന്നിൽ കളിക്കുന്ന ഇയാളാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കുമല്ലോ. ഇയാൾക്ക് എന്തുകൊണ്ടാണ് കുടുംബത്തോട് ശത്രുയെന്ന് അറിയത്തില്ല. ഇയാളായിരിക്കും പ്രധാനപ്പെട്ട ആള്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അച്ഛൻ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അച്ഛൻ അറിയാവുന്ന ആളാണെങ്കിൽ പറയുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശന് തോന്നി ശരിയായിട്ടുള്ള കാര്യമെന്ന്. പിന്നീട് ആദർശ് ജയന്റെ ഫോണിലേക്ക് ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയാണ്. പിന്നീട് ജയൻ ഫോണിലേക്ക് വന്ന് ആ ഫോട്ടോ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ജയന് മനസ്സിലായി അത് നാഗേന്ദ്രനാന്നുള്ള കാര്യം. അപ്പോഴാണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനോട് പറഞ്ഞു, ദേവേ ഈ ഫോട്ടോ നിന്ന് നോക്കാൻ പറഞ്ഞു. ദേവേനെ നോക്കി, നല്ല കണ്ടുപരിചയം തോന്നുന്നുണ്ടല്ലോ, അപ്പൊ നീ ഇയാളെ മറന്നുപോയോ? ഇത് നാഗേന്ദ്രനാ. നാഗേന്ദ്രനോ? ഇവന്റെ ഫോട്ടോ എങ്ങനെ? ഇത് ആദർശ് അയച്ചു തന്നാ. ആദർശ് അയച്ചു തന്നിട്ട് ഇയാളെ അറിയുവോ, വല്ല കണ്ടുപരിചയം ഉണ്ടോ നോക്കാനായിട്ട് പറഞ്ഞു. അല്ല, അവനെങ്ങനെയാ? ചിലപ്പോഴ് നമ്മുടെ മൂർത്തി ജ്വല്ലയുടെ ശത്രുവിനെ കുറിച്ച് അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. ചിലപ്പോൾ ഇവനാണോ എന്ന് പറയാൻ പറ്റില്ല. മറിഞ്ഞിരുന്ന് കളിക്കുന്ന ഇവനാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. മുമ്പ് അച്ഛൻ ഇവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയതാണല്ലോ. അന്നിവൻ പോയിട്ട് എവിടുന്ന് തന്നെ ഒന്ന് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ വെല്ലുവിളിച്ചു, ഒരു ദിവസം ഞാൻ വരും, എല്ലാം തകർത്തെറിയുന്നൊക്കെ. അല്ലെങ്കിലും ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. ഇവനെ പോലെ ഒരു ഞാഞ്ഞൂലിനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു പക്ഷേങ്കിൽ ഇവൻ ഇനി പൂർവാധീ ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നതാണോന്നും അറിയില്ല. അങ്ങനെയാണ് ജയേട്ട, വിളിച്ചു പറ, ആദർശനോട് വിളിച്ചു പറ, ഇത് നാഗേന്ദ്രനാന്നുള്ള കാര്യം വിളിച്ചു പറ. അതിനു മുമ്പ് അച്ഛനോട് ഈ വിവരങ്ങൾ പറയണം. നാളെ നേരം വെളുക്കട്ടെ, അച്ഛനെ ഈ ഫോട്ടോ കാണിച്ചിട്ട് മതി ആദർശനോട് പറയണേന്ന് പറഞ്ഞു. ഈ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനാ. നന്ദുവിനെ വിളിച്ചിട്ടോട് കിട്ടുന്നുമില്ല. വീണ്ടും വിളിച്ചു നോക്കുമ്പോഴത്തേനും നന്ദു നയനയുടെ അടുത്താ കിടക്കണേ. ഫോൺ വലിച്ച് കഴിഞ്ഞപ്പോൾ നന്ദു പെട്ടെന്ന് എടുത്തു. നോക്കിക്കഴിഞ്ഞപ്പം അനിയാണ്. നയനെ അപ്പത്തേനും അനിയും കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നന്ദു കട്ട് ചെയ്തിട്ട് ഫോൺ അങ്ങോട്ട് വെക്കുവാണ്. ഇവളെന്തിനാ കട്ട് ചെയ്തേ? ഒന്നും മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ ഇവളുടെ അമ്മയെങ്ങാനും അടുത്ത് കാണുമോ? വീട്ടിൽ ചെന്നിട്ട് വല്ല പ്രശ്നമായോ? എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി. ഒരു മെസ്സേജ് വന്നില്ല, ഫോൺ കോൾ വന്നില്ല, ഒരു വിവരം അറിയില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ മൂർത്തി മുത്തശ്ശൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനുമാണ് ജയൻ അങ്ങോട്ട് ചെല്ലുന്നേ. ജയൻ ചെന്നിട്ട് ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇയാളെ അറിയുമോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മുത്തശ്ശൻ ഒറ്റ നോട്ടം നോക്കിയുള്ളൂ. ഇവന്റെ ഫോട്ടോ എന്തിനാ എന്നെ കാണിക്കുന്നേ? ഇവന്റെ നേരിൽ കണ്ടാൽ പോലും എനിക്ക് മനസ്സിലാവും ഞാൻ ഇവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയതല്ലേ. എന്നിട്ട് പിന്നെ എന്തിനാ ഈ ഫോട്ടോയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ? അതെ, ആദർശ് എനിക്ക് അയച്ചു തന്നാ. ആദർശ് അയച്ചു തന്നിട്ട് ഇയാളെ അറിയുമോന്നോ മറ്റോ ചോദിച്ചു. അറിയുമോന്നോ? അതെ, എനിക്ക് തോന്നുന്നു ഇവനായിരിക്കും മിക്കവാറും മൂർത്തി ജ്വല്ലയുടെ ശത്രു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആദർശ് അത് കണ്ടുപിടിച്ചെന്ന് തോന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ എഴുന്നേറ്റു. മുത്തശ്ശൻ ഇങ്ങനെ ആലോചിക്കുക, എന്താച്ചാ അച്ഛനും ആദർശം തമ്മിലുള്ള മഞ്ഞുരുകുവോ, ആദർശനെ ഇങ്ങോട്ടേക്ക് വിളിക്കുവോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതിനുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എങ്ങനെ ഫോട്ടോ അയച്ചു തന്ന ഉടനെ ഞാൻ അവനെ പോയി കെട്ടിപ്പിടിക്കുമെന്ന് കരുതിയോ? ഒരിക്കലും ഇല്ല. അല്ല, അച്ഛനല്ലേ പറഞ്ഞ ശത്രുവിനെ കണ്ടെത്തുവാണെങ്കിൽ അവനെ ഇങ്ങോട്ട് തിരികെ വിളിക്കുമെന്ന്. എടാ, ഇപ്പൊ അതിന് നല്ല രീതിയിൽ തന്നെയാ കമ്പനി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ. അവൻ കയറിയതിന് ശേഷം കമ്പനിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലച്ചാ, ഇതിനു മുമ്പത്തെ ആ ഡീൽ ഉറപ്പിക്കാൻ ആദർശിന്റെ കൈകളും ഉണ്ടായിരുന്നല്ലോ. അതെന്തേലും ആയിക്കോട്ടെ. പക്ഷേ എങ്കിൽ ആരൊക്കെ പുറമെ സഹായിച്ചതെന്ന് പറഞ്ഞാലും അതിന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന അതിന്റെ MD ക്കായിരിക്കും.
അതുകൊണ്ട് അവൻ ആ കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവൻ തന്നെ അവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ പറയുന്ന ഇവനാണ് നമ്മുടെ ശത്രുവെങ്കിൽ ശത്രുവിനെ എത്രയും പെട്ടെന്ന് നമുക്ക് വകവരുത്തേണ്ടതുണ്ട്. നോക്കാം നമുക്ക് എന്താന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ജയൻ ഇങ്ങനെ ആലോചിക്കുവാണ്. അച്ഛൻ്റെ മനസ്സിൽ എന്താന്ന് എതിരായിട്ടും ജയന് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മുത്തശ്ശൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മുത്തശ്ശന് മനസ്സിലായി ആദർശ് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നുണ്ട്. ആദർശിന്റെ പിന്നെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ടാണല്ലോ ഇത്ര പെട്ടെന്ന് ശത്രുവിനെ കണ്ടെത്താൻ പറ്റിയത്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.